ബദനി മിശിഹാനുകരണ സന്യാസ സഭയ്ക്ക് മാർട്ടിൻ അച്ഛൻ എന്നും ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരു സന്യാസി എന്ന് പറയുന്നത് ലോകത്തിലായിരുന്നാലും ലോകത്തിന് വേണ്ടിയല്ല അദ്ദേഹം ജീവിക്കുന്നത്, ദൈവത്തിന് വേണ്ടിയാണ്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ ലോകത്തെ ജീവിച്ചാലും നിങ്ങൾ ലോകത്തിൻ്റേതല്ല ദൈവത്തിൻ്റേതാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ ക്രിസ്തുവിൻ്റെ ആഹ്വാനമനുസരിച്ച് ജീവിക്കാൻ നിയോഗം ലഭിച്ച മാർട്ടിൻ അച്ഛൻ. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, മാർട്ടിൻ അച്ഛനെ കൊണ്ട് യാതൊരു ഡാമേജും സഭയ്ക്കോ ആ സന്യാസ പ്രസ്ഥാനത്തിന് ഉണ്ടാകില്ല എന്നുള്ളത് 100% സത്യമാണ്. കാരണം അത്രമാത്രം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ആക്ച്വലി ഈസ് എ സേജ്, ഒരു സന്യാസി തന്നെയാണ് അദ്ദേഹം. ബെന്നി അച്ഛനെ കണ്ടപ്പോൾ ഒരു തവണ അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ ഒരു ഉപദേശത്തിൽ മാർട്ടിൻ അച്ഛനോട് പറഞ്ഞു, പുത്തൻ കുർബാനയ്ക്കായിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം എന്ന് പറഞ്ഞു. ഞങ്ങളോടൊക്കെ സാധാരണ പൗരോഹിത്യത്തിന് സ്വീകരിച്ച സമയത്തിൽ ഞങ്ങളുടെ വികാരച്ചന്മാരും സുഹൃത്തുക്കളായ വൈദികരൊക്കെ പറയുന്നതാണ്, പട്ടം കുടയ്ക്കും പുത്തൻ കുർബാനയ്ക്കും പ്രാർത്ഥിച്ചൊരുങ്ങണം. ബെന്നി അച്ഛനോട് മാർട്ടിൻ അച്ഛൻ പറഞ്ഞത്, പിന്നെ ഇത്രയും നാളും പിന്നെ ഞാൻ ഇതിനല്ലേ ഒരുങ്ങിക്കൊണ്ടിരുന്നത്, ഇനി എന്തോ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങാൻ? സത്യമല്ലേ? ഇത്രയും നാളും ഒരുങ്ങിക്കൊണ്ടിരുന്നത് ഇതിനു വേണ്ടിയാണ്. ഞാൻ കൂടുതലൊന്നും ഒരുങ്ങാനില്ല. I am prepared, I am matured to receive the holy ordination and to celebrate the holy കുർബാന. എന്നും അനുഗ്രഹമായി ആ സന്യാസ പ്രസ്ഥാനത്തിന് വേണ്ടി അച്ഛൻ ശുശ്രൂഷ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഇടവക അച്ഛനെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട്. അച്ഛൻ ഇറങ്ങി പ്രവർത്തിച്ചില്ലെങ്കിലും ഒത്തിരിയേറെ സംസാരിച്ചില്ലെങ്കിലും അച്ഛൻ്റെ സാന്നിധ്യം ഇവരെയൊക്കെ ഒത്തിരിയേറെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ്റെ വത്സല മാതാപിതാക്കളുടെ നന്മ തന്നെയാണ് അച്ഛന് കിട്ടിയിട്ടുള്ളത്. അച്ഛൻ്റെ വത്സല പിതാവ് വളരെ മാന്യനായ ഒരു മനുഷ്യനാണ്. സംസാരത്തിലും ഇരിപ്പിലും നിൽപ്പിലുമൊക്കെ വളരെ കുലീനത്വം പുലർത്തുന്ന ഒരു മനുഷ്യനാണ് മാത്യച്ഛൻ. എനിക്ക് വലിയ ഇഷ്ടമാണ് അച്ഛൻ്റെ സാന്നിധ്യവും സംസാരവും ഒക്കെ. അങ്ങനെയുള്ള മനുഷ്യരെയൊക്കെയാണ് പൗരോഹിത്യ ജീവിതത്തിൽ നമുക്ക് ബലം. അങ്ങനെയുള്ള മനുഷ്യരെന്നും അച്ഛന്മാരോടും ശുശ്രൂഷകളോടും ചേർന്നുണ്ടാകും. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. പ്രഭമാമയെ കാണുമ്പോഴും വലിയ സന്തോഷമുണ്ട്. ഡിസംബർ മാസത്തിലൊക്കെ മാമയുടെ ശാരീരികമായ അവസ്ഥ കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു, ദൈവമേ ജനുവരി മാസത്തിൽ പട്ടം കുടയും പുത്തൻ കുർബാന കാണുന്നത് വരെ നല്ല ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ എന്ന്. ഒന്നും സംഭവിക്കരുത് എന്നാണ് ഇടവകക്കാരെല്ലാവരും പ്രാർത്ഥിച്ചത്. സത്യത്തിൽ ഒന്നും സംഭവിച്ചില്ല. ശിമയോൻ കർത്താവിനെ കരങ്ങളിലെടുത്ത്, ഇതാ ലോകം കാത്തിരുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു, ഇനി ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ പ്രഭമാമ നീ പ്രാർത്ഥിച്ചൊരുങ്ങുക. ഇനി ഇതിൽ കൂടുതലൊന്നും കാണാൻ ജീവിതത്തിലില്ല. രക്ഷ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. സ്വന്തം മകൻ്റെ കരങ്ങളിലൂടെ ആ രക്ഷകനെ വിശുദ്ധ കുർബാനയായി കൂദയാശയായി സ്വീകരിച്ചു. ഇനി ഇതിൽ പിലം വലിയ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാനില്ല. നിങ്ങൾക്ക് എന്നും ഈ മകനെ ഓർത്ത് അഭിമാനിക്കാം, സന്തോഷിക്കാം. നിങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും ഈ മകനെ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ വിഷമമുണ്ട് എന്നെനിക്കറിയാം. കാരണം ഏക മകനാണ്. പക്ഷെ മാർട്ടിൻ അച്ഛൻ്റെ വിളി ഇതല്ലാതെ നിങ്ങളിനിയും വീട്ടിൽ പിടിച്ച് നിർത്തിയാലും അച്ഛനവിടെ നിൽക്കുമോ സക്സസ് ആവുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. സത്യത്തിൽ അച്ഛൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ നിങ്ങൾ സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം അദ്ദേഹം ഒരു സന്യാസിയായി ജീവിച്ച് മരിക്കേണ്ട മനുഷ്യൻ തന്നെയാണ്. അത് നിങ്ങൾ തിരിച്ചു വരാൻ എത്ര പ്രാർത്ഥിച്ചാലും അച്ഛൻ വരില്ല. കാരണം ഹി ഈസ് ബോൺ ഫോർ ഇറ്റ് ആൻഡ് ഹി ഈസ് ലിവിങ് ഫോർ ഇറ്റ് ആൻഡ് ഹി വിൽ ഡൈ ഫോർ ഇറ്റ്. അത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അച്ഛൻ്റെ ആ വിളിയിൽ നിന്നും പിന്നോട്ട് കൊണ്ടുപോകാനുള്ള കെൽപ്പും ശേഷിയുമില്ല. കാരണം ദൈവമാണ് അച്ഛനെ വിളിച്ചത്, ദൈവമാണ് അച്ഛനെ ശുശ്രൂഷയിലേക്ക് നിയോഗിച്ചത്. ദൈവനിയോഗത്തിൻ്റെ മുമ്പിൽ കീഴ്പ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഏക മാർഗം. അല്ലാതെ അച്ഛൻ്റെ സ്കൂൾ കാലങ്ങളെക്കുറിച്ചൊക്കെ സഹോദരി എന്നോട് പങ്കുവച്ചത് ഞാൻ ഓർക്കുകയാണ്. പെണ്ണുങ്ങളോടൊക്കെ സംസാരിക്കാൻ വലിയ വിമുഖതയായിരുന്നു അച്ഛന്. അങ്ങോട്ട് പോയി സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാലും പെണ്ണുങ്ങളോട് വിദ്വേഷക്കുറവൊന്നുമില്ല പെൺകുട്ടികളോട്. ഒരു ക്ലാസ്സിൽ മിക്സഡ് ക്ലാസ് വന്നപ്പോൾ
അച്ഛൻ വന്ന് വളരെ വിഷമത്തോട് പറഞ്ഞു, ഞാൻ പെൺകുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടാണ്. സ്ത്രീകളോടുള്ള വിരോധമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുടുംബസ്ഥരായ സന്യാസിതര് ഭാരത പാരമ്പര്യത്തിലുണ്ട്. കുടുംബജീവിതം നയിച്ച് സന്യാസിമാരായി ജീവിച്ചവരുണ്ട്, ഏകസ്ഥരായി ജീവിച്ചവരുമുണ്ട്. അങ്ങനെയും ജീവിക്കാം. നല്ല മനുഷ്യരും നല്ല വിശുദ്ധരായി ജീവിക്കുന്ന കുടുംബസ്ഥരുണ്ടല്ലോ. അച്ഛനെ ഓർത്ത് നിങ്ങൾക്ക് ഇന്ന് അഭിമാനിക്കാം, സഭയ്ക്ക് അഭിമാനിക്കാം, ഈ സന്യാസ സമൂഹത്തിന് അഭിമാനിക്കാം, ഈ ഇടവകയ്ക്കും അഭിമാനിക്കാം. സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെ നാമത്തിൽ ഇടവക വികാരി എന്ന നിലയിൽ ഞാൻ മാർട്ടിൻ അച്ഛന് എല്ലാ ഭാവുകങ്ങളും നന്മകളും നേരുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നവവൈദികനെ എല്ലാവരും നല്ല നിറഞ്ഞ ഒരു കരഘോഷത്തോടുകൂടി ഈ അനുമോദന സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മിശിഹാമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വചനവർഷത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ഉൾക്കൊള്ളാം. മുമ്പോട്ടുള്ള നാളുകളിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയും സംരക്ഷണവും പരിപാലനയും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.